ഇനി തിരുവനന്തപുരം കളക്ടറേറ്റിലേക്കാണ്. അവിടെ തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണിയുടെ വാർത്ത വന്നത് ഇന്ന് ഉച്ചയ്ക്കാണ്. ബോംബ് ഭീഷണിക്ക് പിന്നാലെ കളക്ടറേറ്റിൽ കടന്നലുകളുടെ ആക്രമണവും. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ, കളക്ടറേറ്റ് ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് മുഴുവൻ കടന്നലുകളുടെ കുത്തേറ്റു. 2 വലിയ കൂടുകളാണ് പരിസരത്ത് കണ്ടെത്തിയത്. കടന്നലുകളുടെ ആക്രമണത്തിൽ സെക്രട്ടേറിയറ്റിലെത്തിയവർ പരക്കം പായുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പരിക്കേറ്റവരെ പേരൂർക്കട ജില്ലാ ആശുപത്രി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. ഏകദേശം 2-2:30 കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി എന്ന സന്ദേശം പുറത്തു വരുന്നു. തൊട്ടു പിന്നാലെ തന്നെ മാധ്യമപ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. ഇവിടെ കളക്ട്രേറ്റിനുള്ളിലുണ്ടായിരുന്ന ജീവനക്കാരും കളക്ടറും അസിസ്റ്റന്റ് കളക്ടറും അടക്കമുള്ള എല്ലാവരും കളക്ട്രേറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു. പുറത്തേക്കിറങ്ങിയതിന് ശേഷം അകത്ത് പരിശോധന തകൃതിയായി നടക്കുന്നു. ആ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഏതാണ്ട് ഒരു 3-3:15 ഈ കളക്ട്രേറ്റിനെ ചുറ്റി വളഞ്ഞ് കടന്നൽക്കൂടുകളാണ്. ആ കടന്നൽക്കൂടുകളിൽ ഒന്നിളകുന്നത്. ആ കടന്നൽക്കൂട്ടിൽ നിന്നും ഇളകിയ കടന്നലുകൾ താഴേക്ക് ഉണ്ടായിരുന്ന, ഇവിടെ കൂടി നിന്നിരുന്ന എല്ലാവരെയും വളഞ്ഞിട്ട് കുത്തുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ കളക്ട്രേറ്റ് ഒന്നാകെ ഇതിൻ്റെ പല വശങ്ങളിലായി, പല മൂലകളിലായി ഈ കടന്നൽക്കൂടുകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതിൻ്റെ എൻട്രൻസിൻ്റെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസിലാണ്. ആ പ്രദേശത്ത് തന്നെ പ്രധാനപ്പെട്ട വാതിലിനോട് ചേർന്ന് തന്നെ ഏതാണ്ട് 4 കടന്നൽക്കൂടുകൾ ഉണ്ട്. ആ കൂട്ടമാണ്, അതിൽ നിന്നുള്ള കടന്നൽക്കൂട്ടമാണ് ഇവിടേക്ക് വന്നതും. ഇവിടെ നിന്നിരുന്ന മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു, ജീവനക്കാരെ ആക്രമിച്ചു, ജീവനക്കാരെ കുത്തി. ഒപ്പം ഇവിടെ കളക്ടർക്ക്, അസിസ്റ്റന്റ് കളക്ടർക്ക്, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ കടന്നലിൻ്റെ കുത്തേറ്റു. ശേഷം എല്ലാവരും ചിതറിയോടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. തൊട്ടു പിന്നാലെ ഇവിടെ നിന്നും മാരകമായി പരിക്കേറ്റ ആളുകളെ തൊട്ടടുത്ത പേരൂർക്കടയിലെ ആശുപത്രിയിലേക്ക്, ജില്ലാ ആശുപത്രിയിലേക്ക് ഇവിടെ നിന്നും മാറ്റുകയും ചെയ്തു. അവിടെ എത്തിച്ച് ആളുകൾക്ക് പ്രാഥമിക ചികിത്സ നൽകി. ചില ആളുകൾക്ക് കുറച്ച് ഗുരുതരമായിരുന്നു കുത്തു കിട്ടിയത്. അവരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതുപോലത്തെ നിരവധി കൂടുകൾ, ഈ കടന്നൽ കൂടുകൾ ഈ കളക്ട്രേറ്റിൻ്റെ പല ഭാഗങ്ങളിലായുണ്ട്. ഇത്രയുമായിട്ടും ഈ കടന്നൽ കൂടുകൾ ഇവിടുന്ന് നീക്കം ചെയ്യാൻ പോലും ഇവിടുത്തെ അധികാരികൾക്ക്, അത് ആലോചിക്കണം, ഇത് ജില്ലാ കളക്ട്രേറ്റാണ്, ഇങ്ങനെ നീക്കം ചെയ്യാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസം, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യവും. എന്തായാലും കടന്നൽ ശല്യം ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. കടന്നൽ ഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമണം ഇപ്പോഴും നടത്തുന്നുണ്ട്. എന്തായാലും വൈകാതെ അധികാരികളുടെ ഭാഗത്തുനിന്നും കടന്നൽ കൂടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്യാമറമാൻ സജീവിനൊപ്പം എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. കളക്ടറേറ്റിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു നാണക്കേടാണ്. നേരത്തെ തന്നെ ഈ കടന്നൽ കൂടുകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്, അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്നിട്ടും അത് നീക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇന്ന് അവിടെയുള്ള ആളുകൾക്കൊക്കെ കുത്തേൽക്കുന്നതും അവർ ചിതറി ഓടുന്നതും ഒക്കെയുള്ള കാഴ്ച അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ ആ കൂടുകൾ നീക്കാനുള്ള നടപടി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ജില്ലാ കളക്ടറേറ്റിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.